ഒരു രാജ്യം ഒറ്റ രാത്രി കൊണ്ട് ശ്വാസം മുട്ടി ചോദ്യം ചോദിക്കുന്നത് കുറ്റമായി, കവിത എഴുതുന്നത് ഗൂഢാലോചനയായി, നാടകം അവതരിപ്പിക്കുന്നത് രാഷ്ട്രവിരുദ്ധതയായി, മൗനം മാത്രം സുരക്ഷയായി പ്രഖ്യാപിക്കപ്പെട്ടു. ആ രാത്രിയിൽ ആയിരക്കണക്കിന് മനുഷ്യരെ വാറണ്ട് പോലുമില്ലാതെ വീടുകളിൽ നിന്നും വലിച്ചിഴച്ച് ജയിലിൽ വലിച്ചു. ആയിരം ഒരു പേര് ഭരണകൂടത്തിന്റെ ഭയമായി മാറി. ഡിവൈഎഫ്ഐ സമ്മേളനത്തിന്റെ പ്രദർശനവേദിയിൽ അവതരിപ്പിക്കപ്പെട്ട 1975 മിസ ദ ലാസ്റ്റ് ബ്രീത്തിലെ ഒരു രംഗമാണിത്. ഇത് കാണുമ്പോൾ പ്രേക്ഷകർക്ക് അസ്വസ്ഥതയുണ്ടോ? തീക്ഷ്ണമായ ഒരു ചരിത്രത്തിന്റെ നാടകാവിഷ്കാരത്തിൽ സൈബറിടത്തിൽ പക്ഷേ സദാചാരവാദികളുടെ മുദ്രാവാക്യം വിളിയാണിപ്പോൾ. അടിയന്തരാവസ്ഥ കാലത്ത് കൊടിയ ഭരണകൂട പീഡനം നേരിട്ട പ്രശസ്ത ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര നടിയും സാമൂഹിക പ്രവർത്തകയുമായ സ്നേഹലത റെഡ്ഡിയുടെ കഥയാണ് മിസ എന്ന നാടകമെന്ന് ആമുഖമായി തന്നെ പറയാം. സോന ജോസഫാണ് ഇതിന്റെ വിവരങ്ങളുമായി ചേരുന്നത്. സോന, ചില കലാസൃഷ്ടികൾ ചരിത്രത്തിന് നേരെ നീളുന്ന, അതിനെ പ്രതിഫലിപ്പിക്കുന്ന, നേർ ആവിഷ്കാരമാകുന്നവയാണ്. ചരിത്രം മറന്നുള്ള വിമർശനങ്ങളല്ലേ ഇപ്പോൾ മിസ എന്ന ഈ നാടകത്തിൽ സംഭവിക്കുന്നത്? തീർച്ചയായും ശ്യാമിലി, ഈ മിസ എന്ന് പറയുന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ കരിനിയമങ്ങളിൽ ഒന്നാണ്. അതായത് ഈ അടിയന്തരാവസ്ഥ കാലത്ത് 10,000-കണക്കിന് ആളുകളാണ് ഈ മിസ ചുമത്തപ്പെട്ട അതിക്രൂര പീഡനത്തിന് ഇരയായിട്ടുള്ളത്. അന്ന് അവർ അനുഭവിച്ച ക്രൂരത സമാനതകളില്ലാത്തതാണ്. മനുഷ്യരെ കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു കാലമായിരുന്നു അന്ന്. അന്ന് ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഈ ഭരണകൂട പീഡനങ്ങൾക്ക് ഇരയായ സ്നേഹലത റെഡ്ഡി എന്ന് പറയുന്ന, ശ്യാമിലി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യ പ്രവർത്തകയും നടിയുമായ ഈ സ്നേഹലത റെഡ്ഡിയുടെയും അതുപോലെ തന്നെ ചൂഷിതരായ സ്ത്രീ തൊഴിലാളികളുടെയും ജീവിതം പറയുന്ന ഒരു നാടകമാണ് ഈ ഡിവൈഎഫ്ഐ സമ്മേളനത്തിൽ അവതരിപ്പിച്ച ഈ മിസ എന്ന് പറയുന്നത്. ഒരു ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു കരിനിയമത്തെ, അന്ന് സ്ത്രീകൾ അനുഭവിച്ച പീഡകൾ പറയുമ്പോൾ അതിൽ അഭിനേതാവിന്റെ വസ്ത്രരീതി, അവരുടെ ശരീരഭാഗങ്ങൾ കാണുമ്പോൾ അതിനെ അശ്ലീലമായി ചിത്രീകരിച്ച് സദാചാര കണ്ണോടെ കാണുന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഈ ഇടയായിട്ട് അതുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. അതായത് ഒരു തടവറ പീഡനയുടെ തീവ്രത കാണിക്കുമ്പോൾ അതിലെ സ്ത്രീയെ വെറും കാഴ്ച വസ്തുവായി കണ്ട് വിമർശിക്കുന്നതാണ് നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ശമലി സൂചിപ്പിച്ചതുപോലെ കണ്ടത്. എന്തായാലും ഈ ഡിവൈഎഫ്ഐക്കാർ ആളെ കൂട്ടാൻ ചെയ്ത പരിപാടി എന്നൊക്കെയായിരുന്നു അതിനെതിരെ ഉയർന്ന വിമർശനമൊക്കെ. തീർത്തും അരാഷ്ട്രീയം എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐക്കാരുടെ മറുപടിയും അതിനായിട്ട്. തീർച്ചയായും ചരിത്രത്തെ അറിയാത്തവർ തന്നെ മാത്രമേ ഇതിന് ഇത്തരത്തിൽ ഒരു വിമർശിക്കാൻ ഇടയുള്ളൂ. എന്തായാലും മുൻപും നിരവധി വേദികളിൽ അവതരിപ്പിച്ച നാടകം എവിടെയും ചർച്ചയായിരുന്നില്ല, പിന്നെ എന്തുകൊണ്ട് ഇവിടെ എന്ന ചോദ്യവും എന്തായാലും ഉയരുന്നുണ്ട്. എന്തായാലും അടിയന്തരാവസ്ഥയുടെയും സ്നേഹലത റെഡ്ഡിയുടെയും പേര് കേൾക്കുമ്പോൾ കോൺഗ്രസിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് സ്വാഭാവികമെന്ന് പറഞ്ഞു വെക്കുകയാണ് വി കെ സനോജ്.